പാലക്കാട്ടെ വടക്കാഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം ഭക്ഷ്യക്കിറ്റ് വിതരണവും ഇഫ്താർ സംഗമവും പ്രൗഢഗംഭീരമായി നടന്നു. പരിപാടി മുൻ MP ശ്രീ പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് ജീവകാരുണ്യ പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനും യൂട്യൂബറുമായ ശ്രീ മഹേഷ് വടക്കാഞ്ചേരിയെ ആദരിച്ചു. കാണാം ആ കാഴ്ചകൾ. വർഷമായി ഈ പാലക്കാട് ജില്ലയുടെ ഹൃദയഭാഗമായ വടക്കഞ്ചേരിയിൽ ആത്മാർത്ഥമായ സജീവമായ ഒരു പ്രവർത്തനമാണ് സ്നേഹാലയം ചാരിറ്റബിൾ സൊസൈറ്റി കാഴ്ചവെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നമുക്കൊക്കെ പ്രിയങ്കരനായ നമ്മുടെ സഖാവായ പന്ന്യൻ രവീന്ദ്ര സാർ അവർകളെ ഞാൻ ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ നാടിൻ്റെ ഒരു നന്മയാണ് അശരണായ മനുഷ്യരെ സഹായിക്കുന്നത്, ജീവകാരുണ്യ പ്രവർത്തനം. എല്ലാ മനുഷ്യരും ജന്മം ഒരുപോലെയാണ്. പക്ഷെ ജനിച്ചു കഴിഞ്ഞ ജീവിതമെന്നത് വ്യത്യസ്ത നിലയിലായിരിക്കും. ചിലർ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു കാണും, ചിലർ കട്ടപ്പാടിൻ്റെ ഇടയിൽ ജനിച്ചു കാണും. അങ്ങനെ ജനനത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും, ആ പ്രയാസങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ തടസ്സങ്ങളുണ്ടാക്കും. ഇതെല്ലാം നേരിട്ട് പോകാൻ നമുക്ക് കരുത്ത് നൽകുന്നത് നല്ല മനസ്സാണ്. ആ മനസ്സാണ് സഹൃദയരുടെ സഹായം എന്നത്. ഇവിടെ ജീവകാരുണ്യ രംഗവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനമായ സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റ്. സ്നേഹാലയം എന്ന് പറഞ്ഞാൽ സ്നേഹം തന്നെയാണ്. കാരണം നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ മനസ്സിലെ പ്രയാസങ്ങളെല്ലാം മാറി പിന്നെ പോയിക്കോട്ടെ. അല്ല, നോമ്പ് തുറക്കുന്ന സമയം പറഞ്ഞതാണ്. അപ്പം നമ്മളെല്ലാവരെയും സഹായിക്കാൻ ഈ ഒരു കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ട കൂട്ടായ്മ തന്നെയാണ്. പലർക്കും ആ കൂട്ടായ്മയുടെ സഹായവും ഉണ്ടാകും. നമ്മൾ ഈ നോമ്പ് തുറ എന്ന് പറയുന്നത്
ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്, വിശ്വാസികളായ ആളുകളാണ് നോമ്പ് തുറ. ഞാൻ നോമ്പ് എടുക്കുന്ന ആളാണ്. കൃത്യമായിട്ട് 30 ദിവസവും നോമ്പെടുക്കുന്നതല്ല. ഈ നോമ്പ് തുറ സഹോദരന്മാരുടെ അനുഭവമായി ഞാൻ നോമ്പെടുക്കാറുണ്ട്. അതിലൊരു ദിവസമാണ് 27. എന്ന് യാത്രക്കിടയിലായതുകൊണ്ട് നോമ്പെടുക്കാൻ പറ്റിയില്ല. എന്താ നോമ്പ് തുറന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മളെപ്പോലെ എല്ലാ മനുഷ്യരും മനുഷ്യരാണ്. പക്ഷെ നമ്മൾ മിട്ടാന്ന ഭോജനം കഴിക്കുന്നുണ്ടാവും, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാവില്ല. പട്ടിണി കിടക്കുന്നവൻ്റെ വിഷമം നമുക്കറിയില്ല. അതുകൂടി അറിയണമെന്ന് പഴയ കാലത്ത് തീരുമാനിച്ചാണ് നോമ്പ്. മുഹമ്മദ് നബി എന്ന് പറയുന്ന നബി തിരുമേനിയാണ് ലോക ചരിത്രത്തിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കക്കാരൻ. അദ്ദേഹം ഒരിക്കൽ ബദർ യുദ്ധത്തിൽ, നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു യുദ്ധത്തിൻ്റെ ഭാഗത്താണ്. ലോകമാകെ യുദ്ധമാണ്. നമ്മുടെ നാട്ടിൽ യുദ്ധമില്ല, പക്ഷെ യുദ്ധത്തിൻ്റെ കെടുതി നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഹോട്ടലുകളിൽ പോയാൽ നമുക്കിപ്പോൾ അറിയാം, ഗ്യാസ് ഇല്ല, അതുകൊണ്ട് ഹോട്ടൽ അടച്ചിട്ടുണ്ട്. അപ്പോൾ യുദ്ധത്തിൻ്റെ കെടുതി നമ്മൾ അനുഭവിക്കുക. ഇപ്പോൾ ലോകമാകെ യുദ്ധത്തിൻ്റെ കെടുതിയിലാണ്. ആ കെടുതിയിൽ നിൽക്കുന്ന സമയത്താണ് യുദ്ധമുറകളെക്കുറിച്ച് ഒരുപാട് ചർച്ചകളുണ്ടായി. ആദ്യത്തെ ബദർ യുദ്ധത്തിൻ്റെ കാലത്ത് നബി തിരുമേനിയായിരുന്നു ഒരു ഭാഗത്ത് വിശ്വാസികൾ നയിച്ചിരുന്നത്. അന്ന് എതിർഭാഗത്ത് ഖുറൈശികൾ എന്ന് പറയുന്ന ഭാഗമാണ്. ഈ യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ നബി തിരുമേനി അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്: എതിർക്കാൻ വരുന്നവനെ മാത്രം നേരിടുക, ആയുധവുമായി വരുന്നവനെ, അല്ലാത്തവനെ വെറുതെ വിടണം. ആ വലിയ സന്ദേശം കൊടുത്ത ആളാണ് നബി തിരുമേനി. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലുള്ള മഹാന്മാരുണ്ടായിട്ടുണ്ട്. നമുക്കിവിടെ മഹാഭാരത യുദ്ധമാണല്ലോ വലിയ യുദ്ധം. ആ യുദ്ധത്തെക്കുറിച്ച്, യുദ്ധം കഴിഞ്ഞതിന് ശേഷം കുരുക്ഷേത്ര ഭൂമിയിലെത്തിയ ഗാന്ധാരി എന്ന് പറഞ്ഞാൽ പ്രസവത്തിൻ്റെ കാര്യത്തിൽ ലോക റെക്കോർഡുള്ള ആ ഗാന്ധാരി, 100 മക്കളെ പെറ്റ ഗാന്ധാരി അവിടെ വന്നിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നു: കൃഷ്ണ, എന്തിനു വേണ്ടിയാണ് യുദ്ധം? ആര് ജയിച്ചു, ആര് തോറ്റു? കൃഷ്ണൻ ഒറ്റ മറുപടി പറയില്ല. ഗാന്ധാരി ചോദിക്കും: ഈ യുദ്ധം ഒഴിവാക്കാമായിരുന്നില്ലേ? ഒഴിവാക്കിയെങ്കിൽ ഈ എല്ലാ മനുഷ്യരും ഇവിടുന്ന് രക്ഷപ്പെട്ടു വരുമില്ലായിരുന്നില്ലേ? അവരെ പരസ്പരം വെട്ടിമരിച്ചതല്ലേ? ആരാ മരിച്ചത്? ജേട്ടൻ്റെയും അനിയൻ്റെയും മക്കൾ തമ്മിൽ വെട്ടിമരിച്ചു. എന്തിനു വേണ്ടി? യുദ്ധഭൂമിയിൽ. എന്തിനാ യുദ്ധം ചെയ്തത്? ഒന്നുമില്ലെങ്കിൽ കൃഷ്ണ, താങ്കളുടെ സഹോദരി പുത്രനില്ല, കൊച്ചു പയ്യൻ, മീശ മുളക്കാത്ത പയ്യൻ അഭിമന്യു, അവനെ വളഞ്ഞിട്ട് അടിച്ചു കൊല്ലുമ്പോൾ നിർത്താൻ പറയായിരുന്നില്ലേ? ഭഗവാൻ ശ്രീകൃഷ്ണൻ അവസാനമായി കാട്ടാളൻ്റെ അമ്പ് ലക്ഷ്യം തെറ്റിയേറ്റ് മരണത്തെ വരിക്കുമ്പോൾ കൃഷ്ണൻ പറഞ്ഞു പോലും, എൻ്റെ ജന്മം വൃഥാവിലായി വരും. ലോകം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും സംതൃപ്തിയുടെയും പരസ്പര സൗഹാർദ്ദത്തിൻ്റെയും ലോകമാവണം. ആ വിശ്വാസമാണ് ലോകത്തിന് മുമ്പിൽ എല്ലാ മതങ്ങളും എല്ലാ മത പ്രവാചകന്മാരും ഉന്നയിച്ചത്. അതുകൊണ്ട് നമ്മളിവിടെ സ്നേഹാലയത്തിൻ്റെ ഈ കൂട്ടായ്മയിൽ നമ്മുടെ മനസ്സിനകത്തും അതാണ്, നമുക്ക് സമാധാനം എന്നും നിലനിൽക്കണം, മനുഷ്യനായി ജീവിക്കണം. ഇവിടെ സ്നേഹാലയത്തിൽ എനിക്ക് തോന്നുന്നത് എല്ലാ വിഭാഗം ആളുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, സ്നേഹാലയത്തിൽ വന്നിരിക്കുന്ന അവിടുത്തെ അന്തേവാസികൾ, അവരെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ തിരുവനന്തപുരത്ത് ഇതുപോലെ ഒരു സ്ഥലത്ത് പോയിരുന്നു. ആ സ്ഥലത്ത് പോയപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു.
അവിടെ ചെന്നപ്പം ഒരു സ്ത്രീ എന്നോട് ചോദിച്ചു, സാറിന് എന്നെ അറിയില്ലേ? ഞാൻ ഓർക്കുന്നില്ല ആ സ്ത്രീയെ. അപ്പോൾ അവർ പറഞ്ഞു, സാർ ഓർക്കില്ല. സാറ് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വന്നപ്പം ഞാൻ സാറിന് മാലയിട്ടിട്ടുണ്ട്. ഞാനൊരു സ്കൂളിലെ ടീച്ചറായിരുന്നു. എൻ്റെ മക്കൾ, ഒരു മകൻ ഒരു മകൾ, മകനും മകളും രണ്ടുപേർക്കും ജോലിയായി. ഞാൻ ടീച്ചർ ജോലിയിൽ നിന്ന് പിരിഞ്ഞു. ഈ രണ്ട് മകളെ കല്യാണം കഴിച്ച് അയച്ചു. മകൻ്റെ കൂടെയാണ് ഞാൻ താമസം. മകൻ്റെ മകനുണ്ട് മനു, ഒരു കൊച്ചു പയ്യൻ. അവൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അവനാണ്. അവസാനം അവർ തീരുമാനിച്ചു ഞാൻ ആ വീട്ടിൽ വേണ്ടെന്ന്. എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. സ്വത്തെല്ലാം ഞാൻ ഇവർക്ക് എഴുതി കൊടുത്തതാണ്. അവസാനം എന്നെ വീട്ടിൽ നിന്ന് പുറന്തള്ളിയപ്പം എന്നോട് പുറത്തു പോകാൻ പറഞ്ഞ് എന്നെ പുറന്തള്ളിയപ്പം ആ കൊച്ചു പയ്യൻ മനു അവൻ എന്നെ വിടാതെ എൻ്റെ കൂടെ തന്നെ വന്നു. അവനെ ബലമായി പിടിച്ചുകൊണ്ടുപോയി സാർ, എൻ്റെ കൊച്ചുമോനെ. ഇപ്പം അവരോട് പോലീസുകാർ ചോദിച്ചു, വീട്ടുകാരോട്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട. ആരാ? പെറ്റ് വളർത്തി വലുതാക്കി എല്ലാം സഹിച്ച് ജോലി വാങ്ങിക്കൊടുത്ത സ്വന്തം മകൻ വേണ്ടെന്ന് പറഞ്ഞ് അനാഥാലയത്തിൽ പറഞ്ഞയച്ച കഥയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എത്രയെത്ര കഥകൾ. എന്തിനടുത്ത കാലത്ത് മറ്റൊരു കഥ പറഞ്ഞിരുന്നു. ഒരു ധർമാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അമ്മയെ. അവരോട് പറഞ്ഞു, അമ്മ എപ്പോൾ പറയാറില്ലേ ധർമാലയത്തിലേക്ക് പോകണം, ദൈവത്തെ കാണാൻ. കാശിയിലെത്തി ദൈവത്തെ കാണാൻ വേണ്ടി പോയപ്പം അമ്മയോട് പറഞ്ഞു, അമ്മ എപ്പോഴും പറയുന്നില്ലേ ദൈവത്തെ കാണാൻ. അമ്മ ഇവിടെ തന്നെ ഇരുന്ന് ദൈവത്തെ കണ്ടോ, ഞങ്ങൾ പോവുക. കാശിയിൽ കൊണ്ടുപോയി ഒറ്റക്ക് ഇരുത്തി വന്നു. എത്ര സംഭവങ്ങൾ. നമ്മുടെ നാടിൻ്റെ മനസ്സ് എന്താ അങ്ങനെ മാറാൻ കാരണം? അങ്ങനെ വരുന്ന സന്ദർഭത്തിലാണ് അവരെ സംരക്ഷിക്കാൻ ഇതുപോലുള്ള ആളുകൾ രംഗത്ത് വരുന്നത്. ആ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ആളുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്ന സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റ്. ആ ട്രസ്റ്റിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ആ ട്രസ്റ്റാണ് നമ്മുടെ മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു ദിനം, അത് ഒരുമിച്ചുള്ള നോമ്പ് തുറ ട്രസ്റ്റാണ് തീരുമാനിച്ചത്. ആ നോമ്പ് തുറയിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ എനിക്കൊരു അവസരമുണ്ടായ ജീവിതത്തിൽ വലിയ കാര്യമായി ഞാൻ കണക്കാക്കുന്നു. ഞാനിവിടെ ആദ്യമായി വരിക അല്ലേ, ആദ്യമായി ഞാനിവിടെ വരികയാണ്. ഇവിടെ എല്ലാവരെയും കണ്ടപ്പോൾ വലിയ സന്തോഷമായി. ഇതൊക്കെയാണല്ലോ നമ്മുടെ സ്നേഹബന്ധത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ണി. അതിന് എന്നെ ഇവിടെ ക്ഷണിച്ച നിങ്ങളെ ഭാരവാഹികളോട് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ കടപ്പാട് അറിയിക്കുന്നു. ഈ വടക്കഞ്ചേരി പ്രദേശത്തെ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനം എന്നും വളർന്നുകൊണ്ടേയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദരവ് ചെയ്യുന്ന പ്രവർത്തികൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ് ആദരവ് എന്ന് പറയുന്നത്. വളരെ സന്തോഷം. എല്ലാവരുടെയും ഒരു നല്ല പ്രവർത്തകനായി നിങ്ങൾ ഓരോരുത്തരുടെ മുമ്പിൽ പ്രവർത്തിക്കുന്നതിന്റെ ഫലം ഈശ്വരൻ തരുന്ന ഒരു അനുഗ്രഹമായി അതുകൊണ്ട് സമയം അധികമായിരിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരാളുടെ നന്ദി നമ്മൾ
ഇതോടുകൂടി അവസാനിക്കുന്ന ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് നമുക്ക് ഞായറുകളിൽ തിരിച്ചു പോകാം എന്നാണ് ആദ്യമായി പറയുന്നത്. ഈ പരിപാടി അഭിനന്ദനമായി ഉദ്ഘാടനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവും സെക്രട്ടറിയുമായ ആദ്യ